ഇപ്പോൾ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ പുതിയ പ്രസ്താവന കൂടി വന്നിട്ടുണ്ട്. ഈ ഭീകരത ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വരിക എന്നൊക്കെ പറയുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ്. അതിന് തക്കതായ രൂപത്തിൽ തിരിച്ചടിക്കാൻ ഇറാന് ശേഷിയുണ്ട് എന്നുള്ള പ്രസ്താവന കൂടി മസൂദ് പെസഷ്കിയാൻ നൽകുകയാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്യന്തികമായ ടോട്ടൽ വിക്ടറി നേടാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നെതന്യാഹു ഒരു ഭാഗത്ത് നടത്തുന്നു. മറുഭാഗത്ത് അങ്ങനെ ഒരു ടോട്ടൽ വിക്ടറി എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ അന്ത്യമായിരിക്കും, നിലവിലുള്ള ഇറാൻ ഭരണകൂടത്തിൻ്റെ അന്ത്യമായിരിക്കും സംഭവിക്കാൻ പോവുക. അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് എല്ലാ അർത്ഥത്തിലും തിരിച്ചടിക്കുക എന്നുള്ളതായിരിക്കും ഇറാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് അവരുടെ ജീവൻ മരണ പോരാട്ടമാണ്. അപ്പോൾ ഒരു ഭാഗത്ത് നെതന്യാഹുവിൻ്റെ ടോട്ടൽ വിക്ടറിക്ക് വേണ്ടിയുള്ള അതേപോലെ തന്നെ ഗ്രേറ്റർ ഇസ്രായേലിന് വേണ്ടിയുള്ള പദ്ധതി ഒരു ഭാഗത്ത് നടക്കുന്നു. മറുഭാഗത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ജീവൻ മരണ പോരാട്ടം എന്ന നിലയിൽ ഇറാനും അവരുടെ എല്ലാ ആയുധങ്ങളും പുറത്തെടുക്കാൻ പോകുന്നു. സ്വാഭാവികമായും അവിടെ വരാൻ പോകുന്നത് ഈ ഗൾഫ് മേഖലയിൽ പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾക്ക് മേലെയുള്ള വലിയ പ്രത്യാഘാതം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. യഥാർത്ഥത്തിൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗൾഫിലെ US-ൻ്റെ ബേസുകൾ അത് ഇല്ലാതെയാകാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് തങ്ങൾ ഇല്ലാതെയാകുന്നതിന് മുമ്പ് ഇറാൻ ഭരണകൂടം ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ഒരു 2 ആഴ്ചക്കുള്ളിൽ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ താഡ് പോലെയുള്ള പാട്രിയറ്റ് പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തീരാൻ പോവുകയാണ് എന്നുള്ളതാണ്. അതിനു മുമ്പ് തന്നെ അമേരിക്കക്കാരായിട്ടുള്ള ആളുകളെ US പൗരന്മാരെ ഈ മേഖലയിൽ നിന്നെല്ലാം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നെല്ലാം അമേരിക്ക പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗൾഫ് മേഖലയിലുള്ള താഡ് പാട്രിയറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ ഇല്ലാതെയാവുകയും ഇപ്പോൾ പ്രതിരോധിക്കുന്ന മിസൈലുകളെല്ലാം അവിടെ വന്ന് വീഴുകയും അവസാനത്തെ അടി എന്നുള്ള നിലക്ക് ഇറാൻ ഈ ഗൾഫ് രാജ്യങ്ങളെ അടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ നമ്മൾ വിചാരിക്കാത്തതിലും അപ്പുറമുള്ള ഒരു തരത്തിലേക്ക് ഈ യുദ്ധം പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കടലിലും ചെകുത്താനും നടുവിലാണ്. ഒരു ഭാഗത്ത് ബിസിനസ് പോലെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ GCC രാഷ്ട്രങ്ങളുടെയുമായുള്ള ബന്ധങ്ങൾ നോക്കുമ്പോൾ അതേപോലെ തന്നെ ലോകക്രമം നോക്കുകയാണെങ്കിൽ തന്നെ ഈ യുദ്ധത്തിന് ഒരു പരിഹാരം കാണുക, ഒരു ഡീലിലേക്ക് എത്തുക എന്നുള്ള ഒരു ആശയം മുന്നിൽ വെക്കുന്നുണ്ട്. പ്രത്യേകിച്ചും തൻ്റെ സ്വന്തം അണികളിൽ നിന്ന് തന്നെ മാഗ ക്യാമ്പിൽ നിന്ന് തന്നെ ആ തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ അതിനെയും മറികടക്കാവുന്ന ലോബിയിങ് ആണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും അതേപോലെ തന്നെ അമേരിക്കയിലെ സയൻസ് ലോബിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രണ്ടിൻ്റെയും നടുവിൽ ഡൊണാൾഡ് ട്രംപ് പലപ്പോഴും നെതന്യാഹുവിൻ്റെ വാദങ്ങളെ മുഖവിലേക്കെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ഗതികേടിലേക്ക് ഡൊണാൾഡ് ട്രംപ്. ഈ ട്രംപിന്റെ ഈ പ്രതികരണങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ആദ്യം പറയുന്നു ഒരു സീസ് ഫയർ അത് തനിക്ക് താല്പര്യമില്ല, വെടിനിർത്തലിന് താല്പര്യമില്ല ഇറാനുമായി എന്ന് പറയുന്നു. പക്ഷെ അതിന് തൊട്ടു പിന്നാലെ പറയുന്നു കൺസിഡറിങ് വിൻഡിങ് ഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധം അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് പറയുന്നു. പിന്നാലെ പറയുന്നത് 48 മണിക്കൂറിനകം ഈ ഹോർമുസ് തുറന്നില്ല എങ്കിൽ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാനിനെ കുറിച്ചൊരു ആശയക്കുഴപ്പം ട്രംപിന് തന്നെ ഉണ്ട് എന്നല്ലേ? തീർച്ചയായും US മാധ്യമങ്ങളെല്ലാം പറയുന്നത്, അല്ലെങ്കിൽ വൈറ്റ് ഹൗസിനെ കുറിച്ച് അറിയുന്ന എല്ലാവരും പറയുന്നത് ഈ ഒരു കോൺഫ്ലിക്റ്റ് തന്നെയാണ്. ഈ 2 ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം, ഒരു ഭാഗത്ത് നിന്ന് നെതന്യാഹു, മറുഭാഗത്ത് ഒരുപക്ഷെ ട്രംപിൻ്റെ മനസാക്ഷി തന്നെ. ഈ 2 കോൺഫ്ലിക്റ്റിനിടയിൽ പെട്ടുകൊണ്ട് എന്താണ് ഒരു നിലപാട് സ്വീകരിക്കുക? ഇനി ഇപ്പോൾ നെതന്യാഹു പറയുന്ന രൂപത്തിൽ ഒരു ടോട്ടൽ വിക്ടറിയിലേക്ക് എങ്ങനെയാണ് പോവുക എന്നതിനെക്കുറിച്ച് നെതന്യാഹുവിന് പോലും കൃത്യമായ ധാരണയില്ല. പ്രമുഖരായിട്ടുള്ള നേതാക്കളെ മുഴുവൻ വധിക്കുക, ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റുകൾ ആക്രമിക്കുക, അതേപോലെ തന്നെ അവിടെയുള്ള ആയുധങ്ങളെല്ലാം തീർക്കുക എന്നെല്ലാം പറയുന്നത് എത്ര നാൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിനെത്ര നാൾ പോകേണ്ടി വരും എന്നുള്ള ചോദ്യത്തിന് നെതന്യാഹുവിൻ്റെ കയ്യിൽ പോലും ഉത്തരങ്ങളില്ല. അപ്പോൾ ദീർഘകാലത്തേക്ക് യുദ്ധം ചെയ്യുക എന്നുള്ളതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്ന ഒരു ക്യാമ്പ്, മാഗ ക്യാമ്പ്, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്ക ഫസ്റ്റ് നയം, അതിനെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമുക്കറിയാം കൗണ്ടർ ടെററിസം മേധാവി രാജിവെച്ച് പോകുന്ന ഘട്ടത്തിൽ പറഞ്ഞത് എന്താണോ ഡൊണാൾഡ് ട്രംപ് ഇത്രയും കാലം പറഞ്ഞിരുന്നത് അതിനെ മുഴുവൻ വിഴുങ്ങിക്കൊണ്ട് നെതന്യാഹുവിനും അമേരിക്കയിലെ സയനിസ്റ്റ് ലോബിക്കും പൂർണ്ണമായും കീഴടങ്ങുകയാണ് ട്രംപ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ച് പോയത്. ആ ഒരു സമീപനത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോവുകയാണ്. എന്താണ് ഫൈനൽ, എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും അമേരിക്കൻ പ്രസിഡന്റിന് ഒരു കൃത്യതയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമാവുന്നത്.